ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു പ്രത്യേക ദിവസമാണ്, അവർ ഫസ്റ്റ് ഈസ്റ്റർ ഇൻ കൊറിയ. ഇന്നത്തെ കുർബാന 10:30-ക്കാണ്. ഞാൻ ചേട്ടായും 9:45 തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരമുള്ളൂ ഞങ്ങൾക്ക് നടന്നു പോകാൻ. അങ്ങ് ദൂരെ കാണുന്നതാണ് ഞങ്ങളുടെ പള്ളി. ഒരു ഓവർ ബ്രിഡ്ജ് കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പള്ളിയുടെ അടുത്തെത്തും. ഇവിടുത്തെ കുർബാന കൊറിയനാണ് കേട്ടോ. മലയാളം കുർബാനയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഞങ്ങൾ നടന്ന് പള്ളിയിലെത്തി. പള്ളിയിൽ എല്ലാവരും വളരെ ശാന്തമായിട്ടാണ് ഉണ്ടാവുക. വരുമ്പോൾ തന്നെ എല്ലാവരും ഉള്ളിലേക്ക് കയറിയിരിക്കും. ഞങ്ങളൊരു 10 മണിയായപ്പം പള്ളിയിലെത്തിയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ആ ഒരു പള്ളി നിറയെ ആളുണ്ടായിരുന്നു. 예수님의 얼굴을 쌌던 수건은 아마포와 함께 놓여 있지 않고 따로 한 곳에 개켜져 있었다. 좋습니다. 그리고 오늘 이사 후에 ഞങ്ങൾ ഏറ്റവും അവസാനമായിരുന്നു പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ കണ്ട് എല്ലാവരും ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുകയും ഞങ്ങളെ വിഷ് ചെയ്യുകയും ഞങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്നും എന്താ പേരെന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ കുർബാനയിലൊക്കെ കൂടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഒരു റൈസ് കേക്കും അതുപോലെ തന്നെ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ഈസ്റ്റർ എഗ്ഗും കിട്ടി. എനിക്കും ചേട്ടായിക്കും ഗ്രീൻ കളറുള്ള റൈസ് കേക്കാണ് കിട്ടിയത്. ഇത് കൊറിയൻസിൻ്റെ ഒരു ട്രഡീഷണൽ സ്നാക്കാണ്. അവരവരുടെ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ട്. പള്ളിയുടെ സൈഡിലായിട്ട് ഒരു മരവും അതിന് ചുറ്റിലും നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളും ഉണ്ടായിരുന്നു. ഈ പൂക്കൾ ഇവിടെ സീസൺ അനുസരിച്ച് മാറ്റി നടും. ഇതിനടുപ്പിച്ച് ഒരു മാതാവിൻ്റെ ഗ്രോട്ടോയും ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു ഗ്രോട്ടോയാണിത്. മാതാവിന് ചുറ്റുമുള്ള ചെടികൾ അടുത്ത മാസം ആകുമ്പോഴത്തേക്കും പൂക്കളാകും. അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. കുർബാനയൊക്കെ കഴിഞ്ഞ് ഏകദേശം 12 മണി 12:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. പോരുന്ന വഴിക്ക് നല്ല വെയിലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നു ഉണ്ടായിരുന്നു. വിശക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ നേരെ അവിടെ ഉണ്ടായിരുന്ന ഒരു സൂപ്പ് കടയിൽ കയറിയിട്ട് സൂപ്പൊക്കെ കുടിച്ച് ഞങ്ങളുടെ വിശപ്പൊക്കെ മാറ്റിയിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് പോയത്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.